ദക്ഷിണ അമേരിക്കയിലെ ഇക്വഡോർ കേരളത്തിൻ്റെ 7 ഇരട്ടി വലുപ്പമുള്ള ഒരു വലിയ രാജ്യമാണ്. 2 കോടി ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. ഇന്ത്യയുടെ 3 ഇരട്ടിയാണ് ആളോഹരി വരുമാനം. ഈ രാജ്യത്തിന് മധ്യത്തിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നു. അതുകൊണ്ടാണ് ഇക്വഡോർ എന്ന പേര് വന്നത്. പണ്ടുകാലത്ത് സ്പെയിനായിരുന്നു ഈ രാജ്യം ഭരിച്ചിരുന്നത്. അതുകൊണ്ട് ഇപ്പോഴും എല്ലാവരും സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നു. 200 വർഷം മുമ്പാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇപ്പോൾ പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് ഇക്വഡോർ. പെട്രോളിയം കയറ്റുമതിയെ ആശ്രയിച്ചാണ് സാമ്പത്തിക വ്യവസ്ഥിതി നിലകൊള്ളുന്നത്. ഒപെക്കിൽ മെമ്പർഷിപ്പുണ്ട്. ഇവിടെയുള്ള ആദിവാസികളും നഗരവാസികളും തമ്മിൽ നിരന്തരമായി സംഘർഷം ഉണ്ടാവാറുണ്ട്. ആഭ്യന്തര കലാപങ്ങളും പട്ടാള അട്ടിമറികളും ഈ രാജ്യത്തിൽ സർവ്വസാധാരണമാണ്. രാജ്യത്തെ സമ്പന്നരും ഇടതുപക്ഷക്കാരായ സാധാരണക്കാരും തമ്മിൽ എപ്പോഴും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. മയക്കുമരുന്ന് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട സംഘടനകളും കലാപങ്ങളും രാജ്യത്തിന്റെ മറ്റൊരു തലവേദനയാണ്. ജയിലുകൾക്കുള്ളിൽ പോലും വിവിധ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടാറുണ്ട്. രാജ്യത്തിലെ പട്ടാളം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നതായി ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു. തോന്നിയപടിയുള്ള അറസ്റ്റുകളും വിചാരണ കൂടാതെ തടവിൽ വെക്കുന്നതും ഇവിടെ സർവ്വസാധാരണമാണ്. പോലീസ് കസ്റ്റഡിയിൽ കുറ്റവാളികൾ മരിച്ചു വീഴുന്നതും സാധാരണമായിട്ടുണ്ട്. പല ജയിലുകളിലും ആളുകൾ കുത്തിനിറച്ച് താമസിപ്പിച്ചിരിക്കുകയാണ്. വേണ്ടത്ര സൗകര്യങ്ങൾ ജയിലുകളിൽ നൽകുന്നില്ല. പത്രക്കാരോട് ക്രൂരമായി പെരുമാറുകയും അവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന സ്വഭാവം ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. കാർഷിക മേഖലയിൽ നേന്ത്രപ്പഴവും കൊക്കോയും കോഫിയും ഉരുളക്കിഴങ്ങും കൃഷി ചെയ്യുന്നു. കന്നുകാലി വളർത്തലും ധാരാളമുണ്ട്. മത്സ്യസമ്പത്തും ഈ രാജ്യത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ടിന്നിലടച്ച മത്സ്യം കയറ്റുമതി ചെയ്യുന്നുണ്ട്. അടുത്ത കാലത്തായി ടൂറിസത്തിൽ നിന്നുള്ള വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട്. ഇക്വഡോറിലെ കാടുകളിൽ 1600 തരം പക്ഷികളും 4500 തരം പൂമ്പാറ്റകളും 250 തരം സസ്തനികളും കാണാൻ പറ്റും. രാജ്യത്ത് 26ഓളം സംരക്ഷിത വനങ്ങളുണ്ട്. സൗത്ത് അമേരിക്കയിൽ നിന്ന് 1000 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി ഗാലപ്പാഗോ ദ്വീപ് സമൂഹം ഇക്വഡോറിന്റെ പ്രോപ്പർട്ടിയാണ്. 13 ദ്വീപുകളുടെ ഒരു സമൂഹമാണ് ഗാലപ്പാഗോ ദ്വീപ് സമൂഹം. സന്ദർശകർക്ക് നിയന്ത്രണമുണ്ടെങ്കിലും അനുവാദം ലഭിക്കുവാൻ പ്രയാസമില്ല. രാക്ഷസ ആമകളെയും പെൻഗ്വിനുകളെയും ഇവിടെ കാണുവാൻ പറ്റും. ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം ഉണ്ടാക്കിയത് ഈ ദ്വീപിലുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് ധാരാളം ശാസ്ത്രകാരന്മാരും ഇപ്പോൾ ഇവിടെ പതിവായി സന്ദർശനം നടത്തുന്നു. ഇക്വഡോറിന്റെ തലസ്ഥാനം ക്വിറ്റോ നഗരമാണ്. 20 ലക്ഷം ജനങ്ങൾ ക്വിറ്റോ നഗരത്തിൽ താമസിക്കുന്നു. മനോഹരമായ ക്വിറ്റോ നഗരം ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി ഉയരത്തിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. വലിയ നഗരമാണെങ്കിലും ഇവിടെയുള്ള ആളുകൾ മതഭക്തരും പാരമ്പര്യ ശൈലിയിൽ ജീവിക്കുന്നവരുമാണ്. ഹാഫ് ഡ്രസ്സിലിടുന്ന പുരുഷന്മാരെയും ആധുനികമായി വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികളെയും അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇക്വഡോറിലെ ഏറ്റവും വലിയ നഗരം ഗായുക്വയിൽ സിറ്റിയാണ്. ഒരു തുറമുഖ നഗരമാണ് ഗായുക്വയിൽ സിറ്റി. മികച്ച മത്സ്യവിഭവങ്ങൾ ലഭിക്കുവാൻ ടൂറിസ്റ്റുകൾ ഗായുക്വയിൽ സിറ്റിയിൽ എത്തിച്ചേരുന്നു. ഈ നഗരത്തിലെ റെഡ് ക്രാബ് റെസ്റ്റോറൻറ്റ് ഫിഷ്, ക്രാബ്സ്, ഷ്രിമ്പ് എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. അല്പം ചെലവേറിയ ഒരു റെസ്റ്റോറൻ്റാണ് റെഡ് ക്രാബ് റെസ്റ്റോറൻറ്റ്. അതുപോലെ ടാബേണ ലബനേഷ്യ റെസ്റ്റോറൻറ്റ് മികച്ച ലബനീസ് ഫുഡ് നൽകുന്നു. വരാന്തയിൽ നല്ല വ്യൂസുള്ള ഇരിപ്പിടങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.